അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വദഖ അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വദഖയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദും അതുപോലെ സമസ്തയുടെ നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SMF-ൽ നടന്ന ചില വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിലൊക്കെ പരാമർശത്തിലൊക്കെ വന്നപ്പോ മാധ്യമങ്ങളോട് ഇവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ആരോപണം അടിസ്ഥാനരഹിതം. SMF കോഴിക്കോട് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ മെമ്പർഷിപ്പ് ക്യാമ്പയിനും തെരഞ്ഞെടുപ്പും ക്രിയാത്മകമായി പൂർത്തീകരിക്കപ്പെട്ട ശേഷം ചില തൽപര വ്യക്തികൾ അവരുടെ സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തി സംഘടനയ്ക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും കരുതിക്കൂട്ടി ഭിന്നത സൃഷ്ടിക്കുന്നതുമാണ് എന്ന് SMF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, ഞാൻ പേര് വായിക്കല്ല, ഇതിലുള്ള പേരാണ്, ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി, ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി, വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂര്, ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. നമുക്കറിയാം, സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ സന്ദേശങ്ങൾ യഥാർത്ഥ രൂപത്തിൽ തന്നെ വ്യതിയാനങ്ങളില്ലാതെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹിതമായ സംഘടനയാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രസിദ്ധമായ ദീൻ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരികയും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് കൊണ്ടുവന്ന മഹിതമായ ആ സന്ദേശം സ്വഹാബാക്കളിലൂടെ താബികളിലൂടെ നമ്മുടെ കേരളക്കരയിലെത്തുകയും ആ മഹിതമായ സന്ദേശങ്ങൾ ഇവിടെ ആചരിച്ച് അനുഷ്ഠിച്ചു വന്നവരാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും. എന്നാൽ 1920 കാലഘട്ടങ്ങളിൽ ലോകത്ത് ഉടലെടുത്ത വിധേയ ചിന്താഗതിയിൽ കേരളത്തിലേക്ക് കടന്നു വരികയും തുടർന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പിൻ്റെ വിഷവത്തുകളുമായി ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നപ്പോഴാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ സന്ദേശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മഹാന്മാരായ സാദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ച മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്നുള്ളത്. മുരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഈ മഹിതമായ പ്രസ്ഥാനം യഥാർത്ഥ അഹ്ലു സുന്നയുടെ സന്ദേശങ്ങൾ കേരളത്തിലെ മുക്കിലും മൂലയിലുമൊക്കെ തന്നെ എത്തിക്കുന്നതിലൂടെ നിർണായകമായ പങ്കുവഹിച്ചവരാണ്. വിധേയ സംഘടനകളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ആ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർക്കും സാദാത്യങ്ങളുടെയും കൂട്ടായ്മയിലൂടെ സാധ്യമായി എന്നുള്ളതാണ് ഇന്നും കേരളത്തിൽ അജയ്യമായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അംഗീകരിക്കുന്ന മഹിതമായ പ്രസ്ഥാനമായി
സമസ്ത കേരള ജമിഅത്തുൽ ഉലമ അജയ്യമായി നിലനിൽക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് അള്ളാഹു അനുഗ്രഹിച്ച മൈതമായ പ്രസ്ഥാനമാണ്. കാരണം ഈ മൈതമായ പ്രസ്ഥാനം രൂപീകരിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ മറ്റു ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ അരിഫീങ്ങളായ പണ്ഡിത മഹത്തുക്കളും സാദാത്യങ്ങളും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് പേരുള്ളത്. ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ തന്നെയാണ് നാം അടിയുറച്ചു നിൽക്കേണ്ടത്. ഇവിടെ വിധേയ് ചിന്താഗതിയിൽ നമുക്കറിയാം, വിധേയ് സംഘടനകൾ രൂപീകരിച്ചത് മുൻഗാമികളായ മഹത്തുക്കളൊക്കെ തന്നെ മുശ്രിക്കുകളായി ചിത്രീകരിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ വഴി പിഴച്ചവരാണ് എന്നുള്ള പ്രചരണങ്ങളിലൂടെയാണ്. അതിനവർ തിരഞ്ഞെടുത്തത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെ അടർത്തിയെടുക്കുകയും ഹദീസുകൾക്ക് തെറ്റായ വ്യാഖ്യാനം നൽകാനും അതിലൂടെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പിൻ്റെ വിഷയത്തുകളുമായി കൊണ്ടാണ് വിധേയ സംഘടന കടന്നു വന്നത്. അവരുടെ വാദഗതികളെ തകർക്കാൻ മഹത്തുക്കളായ സാത്വികന്മാരായ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള പ്രസ്ഥാനമാണ്. അപ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങളാണ്, അവരുടെയൊക്കെ തന്നെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഈ മഹിതമായ പ്രസ്ഥാനത്തിന് ഇത്രമാത്രം അംഗീകാരം കിട്ടാൻ സാധ്യമായിട്ടുള്ളത്. തൻ്റെ സമുദായം 73 വിഭാഗമായി മാറുമെന്നും അവരൊരു വിഭാഗം മാത്രമാണ് യഥാർത്ഥ വിശ്വാസിയിൽ വിജയികളെന്നും അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് യഥാർത്ഥ വിശ്വാസം ചോദിക്കപ്പെട്ടപ്പോൾ താനും തൻ്റെ സ്വഹാബാക്കളും ഏത് മാർഗമാണോ അവലംബിച്ചിട്ടുള്ളത് അവരെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയികളെന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. ആ മഹിതമായ പാതയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ മുറുകെ പിടിക്കുന്നത്. കാരണം ഇവിടെ വിധേയ് ആശയക്കാർ അവർ മുൻഗാമികളൊക്കെ തന്നെ മുശ്രിക്കുകളെ ചിത്രീകരിക്കുന്നത്, അവർക്കത്തെ വഴി പേച്ചവരാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. അവരെ പിൻപറ്റേണ്ടവരില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിനെയും ഹബീബിൻ്റെ സ്വഹാബാക്കളെയും താബികളെയും പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ്. ആ മഹിതമായ പാതയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ മുറുകെ പിടിക്കുന്നത്. ഒരു നൂറ്റാണ്ട് പ്രവേശിച്ചിട്ടും ഈ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ഉയർത്തിപ്പിടിച്ച ആശയാദർശങ്ങളിൽ ഒരു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ടുള്ളത്. മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇവിടെ കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പിൻ്റെ വിഷയത്തിലൂടെ കടന്നു വന്ന ആ സംഘടനകളൊക്കെ തന്നെ അവർ ഉയർത്തിപ്പിടിച്ച ആ സന്ദേശങ്ങളിൽ വ്യതിചരിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും സമസ്ത ഉയർത്തിപ്പിടിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളിലേക്ക് പല ഘട്ടങ്ങളിലായി കടന്നു വന്നത് നാം ഉയർത്തിപ്പിടിച്ച സന്ദേശത്തിൻ്റെ വിജയവും അംഗീകാരവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണുള്ളത്, യഥാർത്ഥ പന്താവിലാണുള്ളത്. ഈ മഹിതമായ പാതയാണ് നാം മുറുകെ പിടിക്കേണ്ടതും ഈ സന്ദേശങ്ങൾ കേരളീയ മുസ്ലിമത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അത് ഏറ്റവും കൂടുതൽ അതിന് പ്രവർത്തിക്കാനും സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കാനൊക്കെ തന്നെ കഴിയുന്നവരാണ് മാലിന്യങ്ങളായ നിങ്ങളൊക്കെ തന്നെ. വളരെ വിദ്യാർത്ഥി സമൂഹത്തിന് മതവിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നതിലും അവരെ ബോധവൽക്കരിക്കുന്നതിലൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ എന്തുകൊണ്ട് ധന്യമാണ്. നമ്മുടെ ഉത്തരവാദിത്വം അതാണ്, അള്ളാഹുവിൻ്റെ ദീൻ സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മിൽ ഏൽപ്പിക്കപ്പെടുന്ന നമ്മുടെ മക്കൾ അവരെ നേർവഴിയിലേക്ക് വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ബാധ്യതയാണ്. രക്ഷിതാക്കൾ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം മദ്രസയിലൂടെ മാലിന്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ നമ്മിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സന്ദേശങ്ങൾ അവരിലേക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതവും സംശുദ്ധമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഏത് രംഗത്തും വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഇങ്ങനെ വായിച്ചു കണ്ണുകൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുക. അപ്പൊ കൊടുനാള് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയണത്? ഉസ്താദ് എഴുതി ചില നിർദ്ദേശങ്ങൾ വായിച്ച് അതാലോചിച്ച് കരയാണ്. അതിൽ പറഞ്ഞ വാക്കാണെന്ത്, ഇനിയും പ്രയാസം അനുഭവിക്കും, ഇതിലേറെ ഞാൻ അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ, അല്പം പോലും പിറകോട്ട് വെക്കരുത് കാല്. ലാസ്റ്റ് ചെയ്തിരിക്കണം
നിങ്ങൾ ധരിച്ച ബനിയനൊന്ന് കൊടുത്തയക്കണം. ആരോട്? ഷാഫിമാന്റെ ശിഷ്യനാണ് അത് ഇമാം അഹ്മദുല്ലാഹ്. അഹ്മദുല്ലാഹിനോട് പറയാം നിങ്ങളെ ബനിയനൊന്ന് കൊടുത്തയക്കണം. അഹ്മദുല്ലാഹിന് ബനിയൻ വഴി വന്നാൾ കൈ കൊടുത്തു. ബനിയൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഷാഫി ഇമാം ഈ ബനിയൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു, അതിനോട് മുക്കി. എന്നിട്ട് ആ വെള്ളം കുടിച്ചു, ആ വെള്ളം കൊണ്ട് കുളിച്ചു. എന്നിട്ട് പറഞ്ഞെന്താ? അള്ളാന്റെ ദീനിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ട ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് നിന്ന വസ്ത്രമാണിത്, ഇതിന് ബർക്കത്തുണ്ട്. അവിടെ മനസ്സിലാക്കണം, നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോ നമ്മുടെ വസ്ത്രത്തിനും നമ്മുടെ ശരീരത്തിനും ബർക്കത്തുണ്ടാവും. അവിടെ ആയിരിക്കും നമ്മളുണ്ടാവും, അവിടെയാണ് നമ്മളുണ്ടാവും. എന്തെങ്കിലും വരുമ്പോഴേക്ക് പതറുന്നവരായി നമ്മൾ മാറരുത്, ചിതറുന്നവരായി മാറരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നക്കാരുമായിട്ട് നമ്മൾ മാറരുത്. അള്ളാന്റെ ദീന് പൂർവികർ കാണിച്ചു കൊടുത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക. അതിന്റെ സുന്നത്ത് ജമാഅത്തെ നഷ്ടപ്പെടുത്തിയാൽ, നമ്മൾ മാറി ചിന്തിച്ചാൽ ഈ കൗം മൊത്തം വഴിതെറ്റും. നമ്മുടെ ഉസ്താദന്മാർക്ക് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ പോരുക, നമ്മുടെ ആലിമീങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട സുന്നത്തമാക്കി ഉണ്ടാക്കിയത്, എത്ര പ്രയാസപ്പെട്ട. പതിഅബ്ദുൽ ഖാദർ മുസ്ലിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? പതിഅബ്ദുൽ ഖാദർ മുസ്ലിയാര് എവിടെയെങ്കിലും മുജാഹിദ് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ എന്നോട് കല്ലൂർ സവണയും കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും മുജാഹിദ് പ്രസംഗിച്ചെന്ന് കേട്ടാൽ അറിഞ്ഞാൽ എത്ര വണ്ടിയെടുക്കും, അനൗൺസ്മെന്റ് ചെയ്യും. ഇന്ന് ഇന്ന സ്ഥലത്ത് പതിഅബ്ദുൽ ഖാദർ മുസ്ലിയെ പ്രസംഗിക്കുന്നു. ആരാ അനൗൺസ് ചെയ്യുന്നത്? ആരാ പ്രസംഗിക്കുന്ന ആള്? പതിഅബ്ദുൽ ഖാദർ മുസ്ലിയാർ. എന്നിട്ട് ആ വണ്ടിയിൽ വന്നിട്ട് ജീപ്പിന്റെ മുകളിൽ കയറി പ്രസംഗിക്കുക. അന്നൊക്കെ നമ്മുടെ ഉസ്താദ് എത്ര അനുഭവിച്ചു. എനിക്കറിയാം, എന്റെ ഉസ്താദ് കല്ലൂർ ഉസ്താദ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഉസ്താദ് കല്ലേറ് കൊണ്ട് കേട്ടിട്ടുണ്ട്. വയനാട് ദിവസം പ്രസംഗിച്ച് വരുമ്പോ കല്ലേറോട് കല്ലേറാ. അവരൊക്കെ എത്ര അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു. നമ്മക്കോ AC റൂമിൽ ഇങ്ങനെ ഇരിക്കുക അല്ലെ? നമ്മുടെ സുഖാലോചിച്ച് നോക്കിയത്, നമ്മളെത്ര സുഖത്തിലാണുള്ളത്. അവരൊക്കെ എത്ര സൂക്ഷ്മത പാലിച്ച് കഠിനാധ്വാനിച്ച് ഇതുണ്ടാക്കി തന്ന സുന്നത്ത് ജമാഅത്തിലെ നമ്മുടെ കയ്യിൽ. ഇവിടെ അമാനത്ത് കോയണ്ടി ഉസ്താദ് പട്ടിക്കാടല്ലേ? എന്റെ ഭാര്യ പിതാവ് സാദിഖ് ഉസ്താദ് പറഞ്ഞ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവരൊക്കെ സൂക്ഷ്മതയും അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ. ഒരിക്കൽ അമാനത്ത് കോയണ്ടി ഉസ്താദ് മുഷാവറക്ക് പോയത്രേ. മുഷാവറക്ക് പോയപ്പോ നല്ല വിശപ്പുണ്ട്. അപ്പൊ അവിടെ മുഷാവറക്ക് പോയെന്ന് ആകെ കിട്ടുക ഒരു കട്ടിപ്പത്തിരി. ആ കട്ടിപ്പത്തിരി കിട്ടിയപ്പോ കഴിച്ചൊക്കെ വിശപ്പ് മാറിയില്ല. അപ്പൊ കൊടുന്ന ചക്കനോട് ചോദിച്ചത് ഒന്നുകൂടി കിട്ടുമെന്ന്. നമുക്കൊക്കെ എത്ര അവിടെ അങ്ങനെ വെച്ചിരുന്ന വരുമ്പോ വേണ്ടോടത്തോളം കഴിച്ചോളാം. അപ്പൊ ചെക്കൻ പറഞ്ഞത്രേ, ഇന്ന് വരുന്ന ആൾക്കാരെ എണ്ണം നോക്കിയിട്ടാണ് കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത്. ആരെങ്കിലും വരാതിരിക്കണേ തരാൻ. ആരോടാ ഈ പറയണത്? മുഷാവർ അമ്പറോടൊക്കെ. നമ്മളൊക്കെ പറഞ്ഞു മേഖലാ സെക്രട്ടറി ഞാൻ ഇതെന്താ മനസ്സിലാക്കി. ഞാൻ ഈ റേഞ്ചൊക്കെ നോക്കണ എന്റെ കീഴിലാണ്. നമുക്ക് വല്ല കഥയുണ്ടോ? അന്നാണ് പിരിച്ചോടെന്ന് അറിയില്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ അവസ്ഥ വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കും, ഞങ്ങളല്ലോ ഇന്നെ പോലത്തെ ആൾക്കാരോട് ഞാൻ പറയണത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കൻ വന്നിട്ട് പറഞ്ഞത്രേ, ഒരാൾ വന്നിട്ടില്ല, ഒരു പത്തിന് ബാക്കിയുണ്ട്, അത് കൊടുത്തു, അത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് പോരുമ്പോ ടീയെ കിട്ടും. അപ്പൊ അങ്ങോട്ടുള്ള പൈസ സ്ഥാനത്ത് കയ്യിലുള്ളൂ, ഇങ്ങോട്ട് പോരാണ് അവിടുന്ന് കുട്ടികൾ വെച്ചിട്ട് പോയിക്കുന്നത്. ടീയെ കൊടുത്തപ്പോ അൽഹംദുലില്ലാ എന്നിട്ട് പറഞ്ഞത്രേ, ചെക്കനത്ത് ഓടിച്ചു നിൽക്കുന്നത്, ഒന്നല്ലേ എനിക്കുള്ളൂ, ഒന്നേ എത്ര വാങ്ങിയില്ല, അതിന്റെ എത്ര പൈസ? ആ പൈസ അങ്ങോട്ട് കൊടുത്തു. ഇത് സാദിഖ് ഉസ്താദ് നേരിട്ട് എന്നോട് പറഞ്ഞതാ. എന്നിട്ട് നിങ്ങൾ അറിയണം, എന്നിട്ട് ഉസ്താദിന് പോരാൻ പൈസ ഉണ്ടോ? പൈസ ഇല്ല. പെരിന്തൽമണ്ണക്ക് എത്തണം, പട്ടിക്കാട്ടിക്ക് എത്തണം, മലപ്പുറത്തേക്ക് എത്ര പൈസ ഉള്ളൂ? ഈ പൈസ എടുത്തു കൊടുത്ത് മലപ്പുറത്ത് ഇറങ്ങി പിന്നെ പട്ടിക്കാട്ടിക്ക് നടക്കുക. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സംസ്ഥ. അവരൊക്കെ അത്ര പ്രയാസപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സംസ്ഥ. ആ സംസ്ഥ കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. രക്ഷപ്പെടാൻ കുറച്ച് കൊടുക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെ നിന്നലകൾ കഴിഞ്ഞു പോയ ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ ഭാര്യ പിതാവ് സാദിഖ് ഉസ്താദ് കൊല്ലത്ത് സമ്മേളനം നടക്കുക, ജമിയത്തുൽ ഉലമായുടെ സമ്മേളനം നടക്കുക. അപ്പോൾ ആ സമ്മേളനത്തിന് പോകണം. അപ്പോൾ വീട്ടുകാരൊന്നും പോകണ്ട, കാരണം 2 ദിവസം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. ആ വീട്ടുകാരൊക്കെ പറഞ്ഞു പോകണ്ടാണ്. അങ്ങനെ അവസാനം പോയേ പറ്റൂ. എന്നോട് വീട്ടുകാർ വിളിച്ചു പറഞ്ഞു, ഈ ഒന്ന് പറഞ്ഞു നോക്കുക. ഞാൻ വന്ന് കയറിയപ്പോൾ എന്നോട് വെച്ചിട്ട് പോകണ്ടാ പറയാൻ വേണ്ടി വന്നിട്ട് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ സാർ പോകണമെന്ന് അറിയണമെന്ന് പറഞ്ഞു. അല്ലാതെ എന്തായാലും പറയാം. അവസാനം പോണ വഴിയിലേക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി. ഒരു ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുക. അങ്ങനെ അവിടെ പോയി. മൂത്രത്തിൽ അന്ന് എന്തിട്ടുണ്ട്, പൈപ്പിട്ടിട്ടുണ്ട്. ഇതും വെച്ചിട്ട് ആ സമ്മേളനത്തിന് പോണത്. എന്നോട് പറഞ്ഞതറിയോ, ഞാൻ പോയിട്ടില്ലെങ്കിൽ സമ്മേളനം നടക്കും, പക്ഷേ ഞാൻ പോയിട്ടില്ലെങ്കിൽ സമ്മേളനത്തിന്റെ ബർക്കത്ത് എനിക്ക് കിട്ടൂല. അവരൊക്കെയാണ് നമുക്ക് സമസ്ത വന്നത്. അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംസ്ഥയാണത്. ഇത് ഒരിങ്ങനെ വിരിച്ച് പാകപ്പെടുത്തി തന്നു. അതിൽ കടക്കാനും നമ്മളില്ലെങ്കിൽ പടച്ചോന് മുമ്പ് നമ്മൾ ചെല്ലുമ്പോൾ മറുപടി പറയട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവർക്കൊക്കെ എങ്ങനെ അതിന് കഴിഞ്ഞു ചോദിച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, അവർക്കറിയാം ഇത് ഹക്കാണ്. അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ടായില്ല, ഇത് ഹക്കാണ്. നമുക്കങ്ങനല്ല, ചാഞ്ചാട്ടാണ്.
ആണോ അല്ലേ? ആരെങ്കിലും ഒന്ന് തിരിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എന്നത് ശരിയായിരിക്കൂലേ, അതെന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലേ? അവിടെയാണ് എന്തെങ്കിലും തീരുമാനം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ്? ബഹുമാനോട് അത്തിപ്പറ്റ ഉസ്താദ് നബറല്ലാഹു മർക്കദ, ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ആളാണ് കാസിം കോയ തങ്ങൾ. കാസിം കോയ തങ്ങളെ മോനെ അതൊക്കെ പേരൊക്കെ പറഞ്ഞതിനറിയാം. ഇനി വേറൊന്നും വ്യാഖ്യാനിക്കേണ്ട, തള്ളാണ്, ഫേക്കാണ്, ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാം. കാസിം കോയ തങ്ങള് മൂപ്പരെ മോനെ ദർശിച്ച് ചേർക്കാൻ വന്നു. 1 മാസം ദർശിച്ച് ചേർക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, തങ്ങളെ അഫ്ഗാനിസ്ഥാൻ സ്വന്തം ആളാണല്ലോ, കുട്ടികൾക്ക് എന്തെങ്കിലും നസീഹത്ത് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നസീഹത്ത് കൊടുക്കുക. കൂടത്തെ ഇങ്ങനെ അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദിനെ ആലുവ തരീഖത്തേര് ഒരു പ്രോഗ്രാമിൽ ക്ഷണിക്കാൻ വന്നു. അങ്ങനെ പ്രോഗ്രാമിൽ ക്ഷണിച്ചപ്പോ ഉസ്താദ് ഏറ്റെടുത്ത്. ഉസ്താദിനെ അറിയില്ല, ഇവർ ആലുവ തരീഖത്തേരെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായത് എന്തിനാ ആൾക്കാരാണ്, ആലുവ തരീഖത്തിന്റെ ആൾക്കാരാണ്. അവസ്ഥ പറഞ്ഞു, ഞാൻ ആ പരിപാടിക്ക് വരില്ല. അപ്പൊ ഒരു ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അവസ്ഥ പറഞ്ഞു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾക്കിതിൽ തീരുമാനമെടുത്തിട്ടുണ്ട്, നിങ്ങൾ പിഴച്ചതാണ്, അതുകൊണ്ടല്ല ഞാൻ വരില്ല. അപ്പൊ ഇവര് ചോദിച്ചു, എന്താ ഞങ്ങൾക്കുള്ള കുഴപ്പമെന്ന് ചോദിച്ചു. അവസ്ഥാനത്തേക്കോ എനിക്കറിയില്ല, എനിക്ക് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നല്ല. അപ്പോൾ ചോദിച്ചു, അവന് ഉസ്താൻ വരാനോ? ഉസ്താൻ അറിയില്ലല്ലോ. അവസ്ഥ പറഞ്ഞ വാക്കുണ്ട്, അത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവുന്നത്. സ്വർണ്ണ വാക്കെന്താ അറിയോ? എന്തിനാണ് നിങ്ങളെ പുറത്താക്കിയെന്ന്, നിങ്ങളെ കുഴപ്പമെന്താ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, സമസ്തന്റെ 40 ആലിമ്യങ്ങൾ കൂടി ഒരു തീരുമാനം എടുത്താൽ അത് പിഴക്കൂലെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വരില്ല. നിങ്ങൾക്ക് എന്താ കുഴപ്പം എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഏത് അറിവുണ്ട്? സമസ്തന്റെ 40 ആലിമ്യങ്ങൾ കൂടി എടുത്ത തീരുമാനമാണ്, അത് പിഴക്കൂലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വരില്ല. ഈ ഒരു ബോധം നമുക്കല്ലേ നമ്മളെന്താ കട്ട? ആ ഒരു ബോധം നമ്മളൊക്കെ എല്ലാവരും മുജ്തഹിദാൻ ശ്രമിച്ചപ്പോ എന്താ ചെയ്യാ? അതല്ലല്ലോ, ഇവരെ മുഷാവറിന്റെ ആവശ്യമില്ലല്ലോ. 40 അംഗ മുഷാവറ ചർവണം നടത്തിയൊരു തീരുമാനമെടുത്താൽ പിന്നെ നമ്മളതിൽ പിന്നെ ഒന്നുകൂടി പുനർവിചിന്തനം നടത്താൻ പറഞ്ഞാൽ പിന്നെ നമ്മളിതിന്റെ പണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ ആൾക്കാരെ കണക്കിൽ അർത്ഥമില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.